ക്യാപ്ച എങ്ങനെ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ ഇനേബിൾ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അതിനായിട്ട് പ്ലഗിൻസിൽ പോയി ആഡ് പ്ലഗിൻ കൊടുക്കുക. എന്നിട്ട് അവിടെ റീക്യാപ്ച എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലഗിൻ വരും. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സ് പോയ സമയത്ത് ആദ്യത്തെ ഓപ്ഷൻ ക്യാപ്ച എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് താഴോട്ട് വന്നിട്ട് ക്യാപ്ച എന്നുള്ള അവിടെ ഡിസേബിൾ എന്ന് കാണും. അത് മാറ്റിയിട്ട് V3 എന്നുള്ള ക്യാപ്ച സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു വെബ്സൈറ്റിൽ പോകണം. ക്യാപ്ചയുടെ കീ അവിടെ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇവിടെ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ലേബൽ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു ലേബൽ അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് എന്നുള്ള ലേബലാണ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈനും കൂടി അവിടെ എടുത്ത് താഴത്ത് കൊടുക്കണം. ഞാൻ ഇതിപ്പോൾ ഒരു ടെമ്പററി വെബ്സൈറ്റ് ആണ്. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ എന്താണോ അതവിടെ കൊടുക്കണം. മുമ്പിൽ അത് HTTPS സ്ലാഷ് ഒഴിവാക്കിയിട്ട് വേണം അതവിടെ കൊടുക്കാനായിട്ട്. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്കൊരു കീയും കിട്ടും. അതുകൊണ്ട് ഇവിടെ കീയുടെ സ്ഥാനത്ത് പേസ്റ്റ് ചെയ്യണം. സീക്രട്ടും കീയും കിട്ടും. അതുകൊണ്ട് ആ സീക്രട്ടിൻ്റെ സ്ഥലത്ത് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് താഴോട്ട് വന്നിട്ട് V3 സെലക്ട് ചെയ്ത് കൊടുക്കണം. റീക്യാപ്ച V3. ഈ V3 എന്ന് പറയുമ്പോൾ V2 ആണ് നമ്മൾ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ള ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കണം. V3 എന്ന് പറയുമ്പോൾ ക്യാപ്ചയുടെ ഒരു ബാഡ്ജ് അവിടെ കാണും, അത്രയേ ഉള്ളൂ. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. ഇനി സബ്മിറ്റ് ക്യാപ്ച എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ക്യാപ്ച അവിടെ വെരിഫൈ ആയിട്ട് വരും. അതിനുശേഷം ഈ വേർ ടു ഷോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ ക്യാപ്ച കാണിക്കണമെന്നുണ്ട്. അതിനകത്ത് ഈ നിങ്ങളുടെ WooCommerce സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനൂടെ ഇനേബിൾ ചെയ്ത് വെച്ചാൽ WooCommerce ഫോമിലെല്ലാം ഈ ക്യാപ്ച ഇനേബിൾ ആവും. നിങ്ങളുടെ വെബ്സൈറ്റിൽ ഈ ഫോംസ്, അതായത് ഫോർമിനേറ്റർ, WP ഫോംസ്, അങ്ങനെ എന്തെങ്കിലും ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും കൂടെ ഈ ക്യാപ്ച ആഡ് ചെയ്ത് വെക്കണം, നന്നായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫോർമിനേറ്റർ എന്ന് പറഞ്ഞ ഫോമാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ ക്യാപ്ച ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇൻസേർട്ട് ഫീൽഡിനകത്ത് ക്യാപ്ച എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ വിഡ്ജറ്റ് അവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യുക. വിഡ്ജറ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ ആ V3 റീക്യാപ്ച V3 എന്ന് പറഞ്ഞ സംഭവം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ അതിനകത്തൊരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപ്ചയുടെ കീ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ സെയിം കീ തന്നെ അതിനകത്തും കൊണ്ടുവന്ന് ആഡ് ചെയ്യുക. ഓർക്കുക, V3 ചൂസ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ, എന്നാൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. എന്നിട്ട് അവിടെ സേവ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി നമ്മുടെ ഫോർമിനേറ്ററിൻ്റെ ഡാഷ്ബോർഡിൽ വരണം. ഡാഷ്ബോർഡിൽ വന്നതിന് ശേഷം ഒന്നുകൂടി ആ ക്യാപ്ചർ വിഡ്ജറ്റ് സെറ്റിങ്സിലോട്ട് പോവുക, എഡിറ്റിലോട്ട് പോവുക. എന്നിട്ട് അതവിടെ V3 അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി സേവ് കൊടുക്കുക. എന്നിട്ട് മുകളിലത്തെ മെയിൻ പബ്ലിഷ് ബട്ടണും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോമിനകത്തും ക്യാപ്ച ഇനേബിൾ ആവും. ഇനി നിങ്ങൾ ഈ ഫോം എവിടെ കൊണ്ടിട്ടാലും ആ പേജിനകത്തും ഈ ക്യാപ്ച ഇനേബിൾ ആയിട്ട് വരും. ഇനി നമുക്ക് ഈ ക്യാപ്ച ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ഈ സൈറ്റിൻ്റെ ലോഗിൻ പേജ് ഒന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ലോഗിൻ പേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ ക്യാപ്ച ഇനേബിൾ ആയിട്ടുള്ള ബാഡ്ജ് അവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ഐ ആം നോട്ട് റോബോട്ടും അതുപോലെ പസിലും സെലക്ട് ചെയ്ത് കൊടുക്കണേക്കാളും കൂടുതൽ സെക്യൂറും അപ്ഡേറ്റഡുമാണ് ഈ V3 ക്യാപ്ച എന്ന് പറയുന്നത്.